ധന്യ, ഇസ്രയേല് ഗസ പൂർണ്ണമായും പിടിച്ചടക്കാനായിട്ടുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. അവിടെ കരയുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇടക്കിടക്ക് വലിയ രീതിയിലുള്ള വ്യോമാക്രമണവും നടക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഗസയിലെ സ്ഥിതി? ഗസ പൂർണ്ണമായും ഇസ്രായേലിന്റെ കൈപ്പിടിയിലായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇസ്രായേൽ ഗസയിലെ സാധാരണ ജനങ്ങളെ അല്ല ആക്രമിക്കുന്നത്. ഇവിടെ അത്തരം ഒരു തെറ്റിദ്ധാരണ പലരും പരത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ വംശഹത്യ നടത്തുന്നു, ഇസ്രായേൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു, ആഹാരം പോലും നൽകുന്നില്ല ഗസയിലെ ജനങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ ഇവിടെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണ് എന്നുള്ള പല വാർത്തകളും പല റിപ്പോർട്ടുകളും പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഗസയിലെ ജനങ്ങളെ മറയാക്കിക്കൊണ്ട് ഹമാസ് നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ അതാണ് ഗസയെ ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയിട്ടുണ്ട്. കരയുദ്ധം തുടങ്ങിയത് ഇപ്പോ ഇസ്രായേൽ അല്ലെങ്കിൽ ഹമാസിന്റെ നേതാക്കളെല്ലാം ദോഹയിലാണ്. പക്ഷെ കുറെ പേർ ഇപ്പോഴും ഗാസയിലുണ്ട്. അവർ ഇപ്പോഴും പല ആശുപത്രികളിലും പല വലിയ നില കെട്ടിടങ്ങളിലും സ്കൂളുകളിലും ഒക്കെ ഒളിച്ചും പാത്തും കഴിയുകയാണ്. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് ഈ ആശുപത്രിക്കകത്ത് ഇരുന്നു കൊണ്ട് അവരൊരു മിസൈൽ അയക്കുമ്പോൾ ഇസ്രായേൽ കാണുന്നത് ആശുപത്രിയിൽ നിന്ന് ഒരു മിസൈൽ വരുന്നു, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ നിന്നൊരു മിസൈൽ വരുന്നു. ഈ മിസൈല് ഇസ്രായേൽ ഇവിടെ ഇരുന്നുകൊണ്ട് ആ മിസൈൽ അയച്ച സ്ഥലത്തേക്ക് ഇസ്രായേൽ അയക്കുന്നു. അത് ചിലപ്പോൾ ആശുപത്രിയാകാം, സ്കൂളുകളാകാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കെട്ടിടങ്ങളാകാം. നാളെ വാർത്ത വരുന്നത് ഇസ്രായേൽ ആശുപത്രി ആക്രമിച്ചു, ഇസ്രായേൽ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി, ഇസ്രായേൽ ഗാസയിൽ മുഴുവൻ ഭീതിജനകമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഹമാസ് അവിടെ കാണിച്ചു കൂട്ടുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ജനങ്ങളെ മറയാക്കിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതൊരിക്കലും പുറത്തു പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുറത്തു പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവി തന്നെ പറഞ്ഞു, അവിടെ കണ്ണും പൂട്ടിക്കെട്ടിയുള്ള തുറന്ന യുദ്ധമാണ് നടക്കുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തോളം പേർ, അവിടെ ഔദ്യോഗികമായിട്ട് പറയുന്നത് 64,000-ഓളം പേർ, പക്ഷെ 2 ലക്ഷത്തോളം പേരൊക്കെ മരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവി പറയുന്നത്. അപ്പോൾ കുറേയൊക്കെ അതിൽ വാസ്തവമുണ്ട്. ഉണ്ടാവാം, കാരണം ഒരു യുദ്ധമാണ്. യുദ്ധം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മൾ ഗാസയിലെ ജനങ്ങളെ മാത്രം കണ്ണു തുറന്ന് കാണരുത്, ഇസ്രായേലിലെ ജനങ്ങളെയും കാണണം. എത്ര ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ 1200 പേരെയാണ് ഹമാസിന്റെ ഭീകരവാദികൾ 2023 ഒക്ടോബർ 7-ാം തീയതി വന്ന് കൊല ചെയ്യപ്പെട്ടത്. അതിൽ 250 പേരെ ബന്ദികളാക്കി. ആ ബന്ദികളുടെ അവസ്ഥകളൊക്കെ കണ്ടാൽ ഈ ഗസയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നവർ ആ ബന്ദികളുടെ കൂടി അവസ്ഥകൾ കാണണമെന്നുള്ളതാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കറിവെച്ച് കൊടുക്കുന്ന, അവരുടെ തലഭാഗവും ശരീരഭാഗവും മാസങ്ങൾ തികഞ്ഞ കുഞ്ഞുങ്ങളെ കറിവെച്ച് കൊടുക്കുന്ന ഭീകരതയാണ് ഹമാസ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത് ഗാസയിൽ ഇനി ഹമാസിന് ഒളിച്ചിരിക്കാനോ ഒളിച്ചു പാർക്കാനോ ഉള്ള അനുമതി ഞങ്ങൾ നൽകില്ല, അതിനുവേണ്ടി ശക്തമായ നിലപാട് തന്നെ ഞങ്ങൾ എടുക്കും. അതുകൊണ്ട് കരയുദ്ധം ഇനി ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കരയുദ്ധമാകും ഗസയിൽ കാണാൻ പോകുന്നത്. അവിടുത്തെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ മുഴുവൻ നിലംപൊത്തി. സ്കൂളുകൾ, ആശുപത്രികൾ, മറ്റു കെട്ടിടങ്ങളെല്ലാം ഇസ്രായേൽ നിരത്തി കഴിഞ്ഞു. അതായത് നിരത്തിയതിനു ശേഷം അവിടെ നിന്ന് ആളുകൾ പലായനം ചെയ്യുകയാണ്. അവരിപ്പോ പലായനം ചെയ്യുന്നത് അൽ റഷീദ് എന്ന് പറയുന്ന പാത ഉപയോഗിച്ചാണ്, ആ സഞ്ചാരപാത ഉപയോഗിച്ചാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. കാൽനട യാത്രയാണ് പോകുന്നതെല്ലാം. അതായത് വാഹനങ്ങൾ വിളിച്ചു പോകാൻ കഴിയില്ല, കാരണം ഏത് സമയമാണ് വെടി പൊട്ടുന്നതെന്നോ എന്ത് സംഭവിക്കാമെന്നോ അറിയില്ല. അതുകൊണ്ട് ജീവനിൽ ഭയന്ന് ആരും വാഹനങ്ങൾ പിടിച്ചോടുന്നില്ല. പലരും അവിടെ വാഹനങ്ങൾ ഓടിക്കാൻ തന്നെ അവർക്ക് ഭയമാണ്. പല ഡ്രൈവർമാർക്കും ആരും വിളിച്ചാൽ വരാത്തൊരവസ്ഥയൊക്കെ ഇപ്പോൾ ഗസയിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ലീന മാഗ്രോബി എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്നത്, അവർ ഗ്യാനുസിലേക്ക്, അതായത് ഗാസയിൽ നിന്ന് പലായനം ചെയ്ത് ഗ്യാനുസിലേക്ക് പോകാനായി 88,000 രൂപയാണ് അവരുടെ സ്വർണവും മറ്റു സാധനങ്ങളെല്ലാം വിറ്റ് 88,000 രൂപയാണ് അവര് ടാക്സിക്ക് നൽകിയത് എന്നുള്ളതാണ്. അവിടെ നിന്ന് പലായനം ചെയ്യാനായി. അപ്പൊ ഇസ്രായേൽ പറയുന്നത്, നിങ്ങൾ അവിടെ നിന്ന് എല്ലാവരും പലായനം ചെയ്യണം, ഗാസ തീർത്ത വിജനമായിരിക്കണം, അതിനുശേഷം ഒരു പുതിയ ഗാസ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഭീകരവാദത്തെ മുഴുവൻ തുടച്ചു നീക്കി, ഭീകരവാദത്തെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട്, ഭീകരവാദികളെ മുഴുവൻ അവിടെ നിന്ന് നിലംപരിശാക്കിക്കൊണ്ട് ആ ഗാസയെ പുതിയൊരു ഗാസയാക്കി മാറ്റുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് പോരാടാൻ ഇപ്പോൾ ഗാസയിൽ ഹമാസ് ഇല്ല, സോൾജിയേഴ്സ് ഇല്ല, എല്ലാ രീതിയിലും ഗാസ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അത് ഇസ്രായേലിന്റെ കരങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്
ഇസ്രായേൽ തുടക്കം മുതൽ ചെയ്യുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ് അടക്കമുള്ള ഭീകരവാദത്തിനെതിരെയാണ് ഇസ്രായേൽ പോരാടുന്നത്. ഇപ്പോൾ ദോഹയിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിന്റെ 2023 ഒക്ടോബർ 7-ന് 1200 പേരെ കൊന്നതിന്റെ നേതൃത്വം വലിച്ച തലവന്മാർ ദോഹയിലാണ് എന്താ പറയുക ഒളിച്ചു താമസിച്ചിരുന്നത്. അപ്പോ അവിടെ നിന്ന് ദോഹയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. അവിടെ നിന്ന് പലരും രക്ഷപ്പെട്ട് തുർക്കിയിലേക്കാണ് പോയെന്ന് പറയാം. തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിലാണ് ഇപ്പോൾ പലരും ഒളിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും തുർക്കിക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മര്യാദയ്ക്ക് ഭീകരരെ അവിടെ നിന്ന് അവർക്ക് അവിടെ ഒളിത്താവളം ഒരുക്കിയാൽ തുർക്കിയെ തീർച്ചയായിട്ടും ഇസ്രായേൽ ആക്രമിക്കുമെന്നുള്ളത്. ഇപ്പോൾ സൗദിക്കും ഇറാഖിനും എന്താ പറയുക തുർക്കിക്കും ഖത്തറിനുമൊക്കെ GCCയിലെ പല രാജ്യങ്ങൾക്കും മാത്രമല്ല തുർക്കിക്കും ഈജിപ്തിനും ഒക്കെ വലിയ ഭയമാണ്. കാരണം ഇവരെ പിടിച്ച് ഈ ഭീകരവാദികളെ പിടിച്ച് ഒളിപ്പിച്ച് താമസിച്ചാൽ അവർക്കെല്ലാ ആനുകൂല്യങ്ങളും നൽകി അവരെ താമസിപ്പിച്ചാൽ ആ രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേൽ ആക്രമിക്കും. അതിനുവേണ്ടി ഇപ്പോൾ ഒരു അറബിക് സൈനിക സഖ്യം തന്നെ രൂപപ്പെടുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചാൽ അറബ് രാജ്യങ്ങൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് പോയാൽ ഇസ്രായേലിനെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചൊരു സഖ്യം വരെ രൂപീകരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് നമുക്കറിയാം കാലാകാലങ്ങളായി നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ പോരാടുന്ന രാജ്യത്തെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ എന്താ പറയുക അവരെ അവിടെ പല സ്ത്രീകൾ ഉൾപ്പെടെ വെടിക്കോപ്പുകളുമായാണ് തെരുവിലിറങ്ങുന്നത്. അപ്പൊ അവരുടെ ഒരു മാനസികാവസ്ഥ ജൂതന്മാരെ എന്താ പറയുക ഒരു രാജ്യത്തിനും ജൂതന്മാരെ വേണ്ട. ജൂതന്മാരെന്ന് പറയുന്നത് എന്തോ നമുക്കാർക്കും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു വിഭാഗമായി മാറുന്നവരാണ് ജൂതന്മാർ എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഈ യേശുവിനെ കൊന്ന വിഭാഗത്തിൽ പെടുന്നവരാണ് ഇവരെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ട് ജൂതന്മാരെ ഒരു വിഭാഗത്തിലും പെടുത്താതെ അവരെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരം നടത്തുമ്പോൾ രണ്ട് ഭാഗത്തും ആളുകൾ മരണപ്പെടാം, കെട്ടിടങ്ങൾ തകരാം, ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടാം, കുട്ടികൾ അടക്കമുള്ളവരുടെ ജീവനുകൾ നഷ്ടപ്പെടാം. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു ഭാഗത്ത് തീവ്രവാദികൾ നിന്നുകൊണ്ട് പോരാടുകയും മറുഭാഗത്ത് ഒരു ജനം ഇസ്രായേലിയൻ ജനത എന്ന് പറയുന്ന ഒരു ജനം നിലനിൽപ്പിന് വേണ്ടി പോരാടുകയും ചെയ്യുമ്പോൾ അത് ഏത് ഭാഗത്താണ് ശരി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യുദ്ധം എന്ന് പറയുന്നത് ആത്യന്തികമായി ഒന്നിനും ഒരു അവസാനമല്ല. പക്ഷേ ആരോടാണ് ഇസ്രായേൽ സമാധാന ചർച്ചയ്ക്ക് പോകേണ്ടത്? ഭീകരവാദികളായ ഹമാസിനോടോ, ഹിസ്ബുള്ളയോടോ, ഹൂത്തികളോടോ? ആര് പറഞ്ഞാലും തലയ്ക്കകത്ത് വിവരമില്ലാത്ത മതം മാത്രം കൊണ്ടു നടക്കുന്ന, മതബോധത്തിൽ മാത്രം വിശ്വസിച്ച് മതത്തെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അതിന്റെ നല്ല വശങ്ങളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പോരാടുന്ന ഭീകരവാദികൾക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആയിരങ്ങളുണ്ട്. ഇസ്രായേലിന് വേണ്ടി സംസാരിക്കാൻ ആരാണുള്ളത്? അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യും. അത് തന്നെയാണ് ഗാസയിലും കാണുന്നത്.